ഹലോ, ഇന്ന് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം പറയാം കേട്ടോ. സംഭവം നടക്കുന്നത് ഈ വർഷം തന്നെ ഏപ്രിൽ 12-13 ദിവസങ്ങളിലാണ്. അതായത് കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫ്രണ്ടിന്റെ കസിൻ ആണെന്ന് പറഞ്ഞിട്ടാട്ടോ ആൾ വിളിക്കുന്നത്. അപ്പോൾ ആൾക്ക് പ്രീ പ്ലീറ്റിംഗ് സർവീസ് ആയിരുന്നു ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാണോ പരിപാടി അതിൻ്റെ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേദിവസം കൊണ്ടുവന്ന് നമുക്ക് നീറ്റായിട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ആൾ ഓക്കെ പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ തലേദിവസം സാധനം കൊണ്ടുവന്നു. നമ്മളും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും സാരിയൊക്കെ പ്ലീറ്റ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപ്പോഴാണ് പറയുന്നത് ആളുടെ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് മീൻചന്തയാണ്. നമ്മുടെ ലൊക്കേഷൻ രാമനാട്ടുകരയാണ്. ആക്ച്വലി നമ്മളടുത്തൊന്ന് മിസ്റ്റേക്കാണ്. ആളുടെ ലൊക്കേഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി നമ്മുടെ ഫ്രണ്ടിന്റെ കസിൻ ആണല്ലോ, അവളുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും അവർ ഫ്രണ്ട്സ് ആയിരുന്നു, കസിൻസ് ഒന്നും അല്ലായിരുന്നു. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ആൾ പറഞ്ഞത്. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, 7-7:30 ഒക്കെ ആകുമ്പോഴേക്കും വന്നോളൂ. നമ്മൾ അപ്പോഴത്തേക്കും ക്ലോസ്. ആളും ഓക്കെ പറഞ്ഞു, നമ്മൾ വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സമയമാകുമ്പോൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ആളെ വിളിച്ചപ്പോൾ ആൾ ഇവിടെ ചെറുവണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി അപ്പുറത്തെ ഷോപ്പിൽ കൊടുക്കാം, വന്ന് കളക്ട് ചെയ്തോട്ടെ. എങ്ങനെ ആയാലും ഈ അപ്പുറത്തെ ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. എന്തായാലും 1-1.5 മണിക്കൂർ എന്തായാലും സമയം. നമ്മൾ എന്തായാലും സാധനം അവിടെ ഏൽപ്പിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇവർ സമയത്തിന് വരുന്നു, എടുക്കുന്നു, പോയിട്ടുണ്ടാവും. പോകുമ്പോൾ വിളിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ സാധനം കൊടുത്തതിന് ശേഷമാണ് പേയ്മെൻറ്റ് വാങ്ങിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് പിറ്റേ ദിവസം അത്യാവശ്യം വർക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. 3-4 സാരീസ് പ്ലീറ്റ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, മോൻ കുഞ്ഞാണല്ലോ, അപ്പോൾ അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളിൽ നിൽക്കുകയാണ്. 9-9:30 ഒക്കെ ആകുമ്പോണ്ട് ഈ ആള് കസ്റ്റമർ വിളിക്കുകയാണ്, സാരി കിട്ടിയില്ല, ഇവർ ക്ലോസ് ചെയ്ത് പോയിന്ന്. ഞാനാകെ വണ്ടറായിപ്പോയി. കാരണം എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ഷോപ്പ് ഓൾറെഡി ക്ലോസ് ആയി. നമ്മൾ ഇവരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ വരുന്ന അവർ പറഞ്ഞതുകൊണ്ടാണ്. എങ്ങനെ നോക്കിയാലും ഇവർ വരാൻ ലേറ്റ് ആവില്ല എന്നുള്ളൊരു കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തിട്ട് പോയത്. അല്ലെങ്കിൽ ഞാനത് വീട്ടിലേക്ക് എടുക്കുമായിരുന്നു. ഞാൻ പൊതുവേ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്തത്. പക്ഷേ ഇവർ ഇങ്ങനെ ലേറ്റ് ആവുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും വിളിച്ച് പറയുകയോ ഒന്നും ചെയ്തതുമില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ സാധനം ആ ഷോപ്പിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ ഓണറെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ആൾ പറഞ്ഞു ആളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആളൊരു 10-10:45 ആകുമ്പോൾ വരും. അപ്പോൾ ആ സമയത്തേക്ക് അവരോട് വന്നോളാൻ പറയൂ, നമ്മൾ എടുത്തുതരാം. അങ്ങനെ ഞാൻ മാന്യമായിട്ട് ആളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ആളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 11 ഒക്കെ ആകുമ്പോൾ ആൾ റിട്ടേൺ വരും. അപ്പം നിങ്ങളിവിടെ വന്ന് നിന്നോളൂ, നമുക്ക് സാധനം എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഈ ഷോപ്പിൻ്റെ ഓണറുടെ നമ്പർ കിട്ടിയേ തീരും. അപ്പം ഈ നമ്പർ കൊടുത്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടൊരു പ്രശ്നം ഉണ്ടാവേണ്ട അത് കരുതി ഞാൻ നമ്പർ കൊടുത്തില്ല. കാരണം ഞാൻ ആ ഓണറുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ സംസാരിച്ചിട്ട് അലമ്പാക്കിയിട്ട് ഉള്ളതും പോവാണ്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ 10:30 ഒക്കെ ആകുമ്പോൾ ഞാൻ നമ്പർ അയച്ചുതരാം, ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് സാധനം വന്ന് കളക്ട് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും 10:30 ആണ് സമയത്ത് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. ആൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, കാരണം ആൾ ഡ്രൈവിങ്ങിലായിരുന്നു. ഈ പറഞ്ഞ ഷോപ്പിൻ്റെ ഓണർ കറക്റ്റ് സമയത്ത് വന്ന് 11 ആയപ്പോൾ വന്ന് സാധനം എടുത്തു. പക്ഷേ നമ്മുടെ കസ്റ്റമർ വരുന്നില്ല. അവരപ്പോഴും ഡിലേ ആണ് ഇവിടെ എത്താൻ വേണ്ടി. കാരണം പിറ്റേ ദിവസം ഒരു കല്യാണമാണ്, അപ്പോഴെങ്കിലും അവരൊന്ന് നേരത്തെ വന്നിട്ട് ഇത് കളക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോഴും അവർ ഡിലേ ചെയ്തു. അയാൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് ഒരുപാട് സമയം ആൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുറത്ത് വെച്ചിട്ട് പോയിക്കോളൂ. അത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കൺഫേം ആയതിനെ ഷട്ടോ വെച്ചത്. നമ്മൾക്കും പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. നമ്മളും വർക്കിലായിരുന്നു. അത് മാത്രമല്ല മോനും ചെറുതായി. പിന്നെ നമ്മൾ സെക്യൂരിറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളും അവിടെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും എടുക്കൊന്നുമില്ല എന്ന്. പിന്നെ അത് മാത്രമല്ല 4 വശം CCTV ഉണ്ട്. കൂടാതെ നമ്മളെ ബ്ലോക്കിന്റെ ഗേറ്റ് പെട്ടെന്ന് തന്നെ 9:30 ഒക്കെ ആകുമ്പോഴേക്കും ക്ലോസും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡാമേജ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല അതൊരു ബാഗിലായിരുന്നേ. അങ്ങനെ എന്തായാലും അവരെ സാധനം കളക്ട് ചെയ്തു. അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറി. അവർ നമ്മളടുത്ത് ചൂടാവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മൾ പിറ്റേ ദിവസം അവരെ വിളിച്ചു, പേയ്മെൻറ്റ് ചോദിച്ചു. അവർ തരുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഭാഗം മാത്രം ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ അപ്പുറത്തെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയം പറഞ്ഞില്ല, നമ്മൾ സാധനം മെസ്സായിട്ട് റോട്ടിൽ വെച്ച് പോയി, നമുക്ക് തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ല, അങ്ങനെ ഓരോരോ റീസൺ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാണ് റെസ്പോൺസിബിൾ അല്ലാത്തത്? നിങ്ങളല്ലേ. കാരണം നിങ്ങളുടെ പരിപാടിയല്ലേ നാളെ. അപ്പം നിങ്ങളല്ലേ കറക്റ്റ് സമയത്ത് വന്ന് സാരി കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അതൊന്നും അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വഴക്കായി. ഞങ്ങൾ എന്ത് ചെയ്തു, സ്റ്റേഷനിൽ പോയപ്പോൾ നമുക്ക് അറിയുന്ന ഒരു പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൾ ഏകദേശം കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്ക് അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം നമ്മൾ അത്രയും ടൈം, എഫേർട്ട്, കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പോരാണ്ട് 7 ക്ലോസ് ചെയ്യേണ്ട ഷോപ്പ് 7:30 ക്ലോസ് ചെയ്യുന്നു. അപ്പുറത്തുള്ള ഷോപ്പ് ഒരു പൂട്ടി പോയ ആൾക്കാരും പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ടിയിട്ട് ദൂരത്തുനിന്ന് തിരിച്ച് വന്ന് 11 ആകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്ത്
അവരെ വെയിറ്റും ചെയ്യും. അപ്പോഴും അവരെ അവിടെ എത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് സാധനം വെച്ചത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. CCTV 4 വശത്തും CCTV ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ സാധനം ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ പല ന്യായങ്ങളും പറയുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ വെച്ചു, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യായിരുന്നു. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് റോഡ് സൈഡ് ആയെന്ന് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാലും കോംപ്രമൈസ് എങ്കിൽ കോംപ്രമൈസ്. കാരണം നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവർക്ക് ഡിസ്കൗണ്ടാണ് വേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമ്മളുടെ മാക്സിമം കൊടുത്തിട്ടൊരു വർക്ക് ചെയ്യുന്നത് പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നേരത്തെ വേണമെങ്കിൽ നേരത്തെ പറയാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാർഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടിയിരുന്നു. അല്ലാണ്ട് ഇങ്ങനത്തെ മുടന്ത് ന്യായങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളായിട്ട് വരുത്തി വെച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മളെടുത്ത് ബാർഗെയിനിങ് ചെയ്തിട്ട് റേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു മാന്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് വെറും 2500 ബിലോ ആയിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു. അതിന് വേണ്ടി നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവർ.